നമസ്കാരം. ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം. ഭൂമിയിലേക്ക് ഇടിച്ചിറങ്ങാനായി ഒരു കൂറ്റൻ ചിഹ്നഗ്രഹം തയ്യാറെടുക്കുന്നു. ഏകദേശം 32,000 കിലോമീറ്റർ ഉയരത്തിൽ അത് നിന്ന് കറങ്ങുന്നു. 450 മീറ്റർ വരെ വ്യാസമുള്ള ഒരു വലിയ ചിഹ്നഗ്രഹം. ISRO ആണ് ഈ മുന്നറിയിപ്പ് ഇപ്പോൾ ലോകത്തിന് നൽകിയിരിക്കുന്നത്. വംശനാശത്തിനും ആഗോള തകർച്ചയ്ക്കും ഒക്കെ തന്നെ കാരണമായി ഒരുപക്ഷെ ഈ കൂറ്റൻ ചിഹ്നഗ്രഹം മാറിയേക്കാമെന്നാണ് സൂചന നൽകുന്നത്. ഭൂമിയെ ലക്ഷ്യം വെച്ചാണ് ഇത് കുതിക്കുന്നതായി ISRO എടുത്തു പറയുന്നത്. 2029 ഏപ്രിൽ 13 അപ്പോഫിസ് ഭൂമിയുമായി ഏറ്റവും അടുത്തെത്തുമെന്നാണ് ഇസ്രോയുടെ മുന്നറിയിപ്പ്. ഭൂമിയിൽ നിന്നും ഏകദേശം 32,000 കിലോമീറ്റർ ഉയരത്തിൽ ഇതെത്തും. ഇത്രയടുത്ത് ഇതിനു മുൻപ് ഒരു ചിഹ്നഗ്രഹം പോലും എത്തിയിട്ടില്ല എന്നുള്ളതാണ് ISRO ചെയർമാൻ S. സോമനാഥ് വ്യക്തമാക്കുന്നത്. 340 മുതൽ 450 മീറ്റർ വരെ വ്യാസമുള്ള ചിഹ്നഗ്രഹമാണ് ഇന്ത്യയുടെ ഉപരിതലത്തിന് മുകളിലേക്ക് എത്താൻ പോകുന്നത്. ഇന്ത്യയുടെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായിട്ടുള്ള INS വിക്രമാദിത്യയെക്കാളും ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയമായ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിനേക്കാളും വലുതാണ് ഈ ചിഹ്നഗ്രഹം എന്ന് വേണം മനസ്സിലാക്കാൻ. അതിലൂടെ തന്നെ അതിൻ്റെ വലിപ്പം എത്രത്തോളം ഉണ്ടെന്ന് മനുഷ്യർക്ക് മനസ്സിലാക്കാനും സാധിക്കും. അതുകൂടാതെ അത് ഭൂമിയിലെത്തിയാലുണ്ടാകുന്ന ആഘാതത്തെക്കുറിച്ചും സങ്കല്പിക്കാവുന്നതാണ്. ഇനി ഒരു പക്ഷേ അപ്പോഫിസ് ഭൂമിയിലേക്ക് ഇടിച്ചിറങ്ങിയാൽ വലിയൊരു ജൈവ വൈവിധ്യ കലവറ പോലും ഇല്ലാതാകുമെന്നാണ് ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഒരുപാട് നാശനഷ്ടങ്ങളാണ് അതിൻ്റെ ഭാഗമായി സംഭവിക്കുന്നതായി ISROയുടെ മുന്നറിയിപ്പ്. ISROയുടെ നെറ്റ്വർക്ക് ഫോർ സ്പേസ് ഒബ്ജക്ട് ട്രാക്കിംഗ്സ് ആൻഡ് അനാലിസിസ് വകുപ്പാണ് ഈ ചിഹ്നഗ്രഹത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. 2004 അപ്പോഫിസിനെ കുറിച്ചുള്ള സൂചനകൾ പുറത്തുവന്ന് തുടങ്ങിയത്, അതിനെ കണ്ടെത്താൻ തുടങ്ങിയത്. ശേഷം ഇത് ഭൂമിയോട് കൂടുതൽ അടുത്ത് വരുന്നതായിട്ടുള്ള ഒരു സൂചന ശാസ്ത്രജ്ഞന്മാർക്ക് ലഭിച്ചിരുന്നു. 2029 36 ഇത് ഭൂമിയിൽ വന്ന് ഇടിച്ചേക്കുമെന്ന വിലയിരുത്തൽ നേരത്തെ ഉണ്ടായിരുന്നു. എന്നാൽ ഇത് പറന്നുയരാനുള്ള സാധ്യത ഒട്ടും തന്നെ തള്ളിക്കളയുന്നില്ല. ഒരുപക്ഷെ ഇതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ പ്രതിസന്ധിയൊക്കെ തന്നെ ഒഴിവാക്കാനുള്ള നീക്കങ്ങളാണ് പ്രമുഖ ബഹിരാകാശ ഏജൻസികളൊക്കെ തന്നെ നോക്കുന്നത്. നാസയുടെ ഡബിൾ ആസ്ട്രോയിഡ് റീഡയറക്ഷൻ ടെസ്റ്റ് പോലെയുള്ള ബഹിരാകാശ പേടനം ഉപയോഗിച്ചുകൊണ്ട് ഈ ചിഹ്നഗ്രഹത്തെ ഭൂമിയിൽ നിന്നും അകറ്റാനുള്ള വഴികളേറെയുണ്ട്. യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ ദൗത്യമായിട്ടുള്ള റാപ്പിഡ് അപ്പോഫിസ് മിഷൻ ഫോർ സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി എന്ന പേരിൽ 2028 അത് വിക്ഷേപിച്ചേക്കും. ഈ ദൗത്യം ഇന്ത്യയും പങ്കുചേർന്ന് തന്നെ ആയിരിക്കും നടത്തുക എന്നാണ് ISRO പറയുന്നത്. 140 മീറ്റർ വ്യാസത്തിന് മുകളിലുള്ള ഏത് വസ്തുക്കളായിരുന്നാലും അത് ഭൂമിയോട് ചേർന്ന് കടന്നു പോയാൽ അത് ഭൂമിക്ക് അപകടമാണെന്നുള്ള വിലയിരുത്തലിലേക്കാണ് ശാസ്ത്രജ്ഞർ കടക്കുന്നത്. 300 മീറ്ററിൽ കൂടുതലാണ് ഇതിന്റെ വ്യാസമെങ്കിൽ ഭൂഖണ്ഡങ്ങളുടെ തകർച്ചയ്ക്ക് പോലും ഇത് കാരണമാകും. 10 കിലോമീറ്ററിലധികമാണ് അതിന്റെ വ്യാസമെങ്കിൽ ഒരുപക്ഷെ ഭൂമിയുടെ വംശനാശത്തിന് പോലും അത് ഭവിക്കാം എന്നാണ് മനസ്സിലാക്കേണ്ടത്. 650 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് 10 മുതൽ 15 കിലോമീറ്റർ വരെ വ്യാസമുള്ള ഒരു ചിഹ്നഗ്രഹം മെക്സിക്കോയിൽ ഇടിച്ചിറങ്ങിയിരുന്നു. അതാണ് ഭൂമിയിൽ വിഹരിച്ചിരുന്ന ഡിനോസറുകളുടെയും 70% ജീവനുകളുടെയും ജീവനെടുത്തതിനുള്ള കാരണമായി ഇപ്പോഴും വിശ്വസിക്കുന്നത്. 5 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് മഹാരാഷ്ട്രയിലെ ലോനാറിൽ ഉൽക്ക പതിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇന്നതൊരു മഹാഗർത്ത തടാകമായി നിലകൊള്ളുന്നുവെന്നും ശാസ്ത്രജ്ഞർ തന്നെ വിലയിരുത്തുന്നുണ്ട്.